എങ്ങോട്ടേക്കാണ് ഈ കയറ്റം കയറി പോകുന്നതെന്നല്ല ആലോചിക്കുന്നത്. ഇത് ഇപ്പോൾ അടുത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. അതായത് ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറി ഒരു അരമണിക്കൂർ സഞ്ചരിച്ച് എത്തുന്ന സ്ഥലം ശ്രീ ഹുളികനമുരടി വെങ്കട്ടരമണ സ്വാമി ക്ഷേത്രം. കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും സംഭവം അടിപൊളിയാണ്. അമ്പലത്തിലേക്ക് കയറി ചെല്ലുന്ന ഹെയർ പിന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടൽപേട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് വയനാട്ടുകാർക്ക് സുഖമായിട്ട് ഒരു ദിവസം കൊണ്ട് പോവാം. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രമല്ല, ക്ഷേത്രം മുകളിലുള്ള കാഴ്ചകളും അതിൻ്റെ ബേക്കിലുള്ള കാറ്റുമാണ്. അതിശക്തമായിട്ടുള്ള കാറ്റാണ് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുക. അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എല്ലാവരും എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതുകൂടാതെ ഞാൻ വേറൊരു ക്ഷേത്രത്തിലും കൂടി പോയി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ഷേത്രം കൂടി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഇത് നമ്മുടെ സ്വന്തം മുത്തങ്ങാക്കാട്. നമ്മളെ സ്വന്തം അല്ലാണ്ട് പിന്നെ ആരുതാലേ, എത്ര പ്രാവശ്യം പോയാലും മതി വരില്ല ഇതിലെ കൂടിയൊന്നും. പലപ്പോഴും വന്യമൃഗങ്ങളെയൊക്കെ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പോയപ്പോൾ ഒറ്റ ഒന്നിനെ പോലും കണ്ടില്ല. ഒരു മാനിനെ പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇതിന് മുന്നേ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയ സമയത്ത് 10-14 ആനകളടക്കം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ കുറച്ച് കാട്ടീനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലൊന്നും പറഞ്ഞൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പുലീനൊന്നും കണ്ടിട്ടില്ലേ, അതൊക്കെ വെറുതെ. ഞങ്ങളെന്തായാലും രാവിലെ നേരത്തെ ഇറങ്ങി. സാധാരണഗതിയിൽ നമ്മൾ ഗുണ്ടൽപേട്ട എന്ന് പറയുമ്പം ഒന്നില്ലെങ്കിൽ ഗോപാൽ സ്വാമി പേട്ട അല്ലെങ്കിൽ നമ്മളെ സൂര്യകാന്തി പടം അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സാധാരണ പോകാറ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു അമ്പലം കൂടി നമുക്ക് പിടിക്കാം. ഈ 2 അമ്പലം കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ ക്ഷേത്രങ്ങളെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത് ഫേമസ് ആയതുകൊണ്ട് തന്നെ അധികം ആരും തിരക്കൊന്നുമില്ല. ഇപ്പം നിലവിൽ തിരക്കില്ല. അപ്പം നമ്മളിങ്ങനെ വഴിയോരത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇത് ഗുണ്ടൽപേട്ടയിൽ നിന്ന് ചാമരാജനഗർ റോഡുണ്ടല്ലോ, ആ റോഡിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, ഇതിലേക്ക് പോകുന്ന വഴിയും വളരെ ഭംഗിയുള്ളതാണ്. നമ്മളെ ഗോപാൽ സ്വാമി പേട്ടയിലേക്ക് പോകുന്ന അതേപോലെ തന്നെയാണ്. 2 വശത്തും മരങ്ങളും നിരന്ന പ്രദേശങ്ങളുമായിട്ട് വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഈ വഴി നേരെ പോകുക അമ്പലത്തിലേക്ക് മാത്രമല്ല, വേറൊരു കണക്ഷൻ കൂടി ഉണ്ട്. ഇവിടുന്ന് ഈ റോട്ടിൽ നിന്ന് റൈറ്റിലേക്ക് തിരിച്ചു പോകണം. നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വശത്ത് കൂടി നമുക്ക് പോകാൻ പറ്റും. അതായത് 2 വഴി കൂടി നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും. ഈ റൂട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം, ആ റൈറ്റ് സൈഡിലൊരു കുന്ന് കാണുന്നില്ലേ, ആ കുന്നിൻ്റെ മുകളിലാണ് നമ്മളെ ക്ഷേത്രം ഇരിക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിക്കുള്ളതേ കറക്റ്റ് പാത്തുള്ളൂ. വേറൊരു വലിയ വണ്ടി ഒന്നും നമ്മൾ കൊടുക്കും. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. സൈഡിലേക്ക് കുറച്ച് ഇറക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ആക്കി പോവാം. ഈ തമിഴ്നാട്ടിലെയും കർണാടകത്തിലേക്ക് ചില റോഡുകൾ കൂടി പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വൈബ് കിട്ടും. ആ ഒരു വൈബ് നമുക്ക് ചില സമയത്തൊന്നും നമ്മൾ വയനാടുകളിലും അല്ലെങ്കിൽ കേരളത്തിലെ റൂട്ടുകളൊന്നും കിട്ടാറില്ല. അതൊന്ന് അവിടുത്തെ ഒരു ആംബിയൻസിൻ്റെ വ്യത്യാസമായിരിക്കും. സ്ഥലങ്ങളും മരങ്ങളും പ്രത്യേകതയായിരിക്കും. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടുന്ന സൗകര്യം അവിടെയും കിട്ടില്ല, ആ ഒരു സുഖം അവിടെയും കിട്ടില്ല. അത് വേറെ ഇത് വേറെ, രണ്ടും 2 ഫീൽ തന്നെ. പക്ഷേ ഇതൊരു പ്രത്യേക ഒരു സുഖം. അങ്ങനെ നമ്മൾ ആ ഹെയർ പിൻ ബെൻഡൊക്കെ കയറി മുകളിലേക്ക് എത്തി. ഹെയർ പിൻ ബെൻഡ് ആദ്യം കാണിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടാമതും കാണിക്കാൻ നിൽക്കാതെ. അപ്പോൾ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വെങ്കടേശ്വരനായിട്ടാണ് കേട്ടോ. സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വെങ്കടേശ്വര ക്ഷേത്രവും കൂടിയാണിത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വേറൊരു ഉത്സവം കൂടിയുണ്ട്, രഥോത്സവമാണ്. നമ്മുടെ മൂകാംബികയിലൊക്കെ കാണുന്ന പോലെ തന്നെ രഥോത്സവം ഇവിടെയുണ്ട്. മാർച്ച് ഫെബ്രുവരി മാസങ്ങളിലോ മറ്റാണ് ഇവിടെ രഥോത്സവം നടക്കാറുള്ളതെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇവിടുന്ന് ബേക്കിലേക്കൊരു വഴിയുണ്ട്. ഈ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴി കൂടി പോയി ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിലേക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് വളരെയധികം വ്യൂ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു കല്ലുകൊണ്ടുള്ള ഒരു മണ്ഡപം ഉണ്ട് അവിടെ. ആ മണ്ഡപത്തിനടുത്ത് നമുക്ക് ഇരിക്കാം. അവിടെ ഇപ്പുറത്തുനിന്നുള്ള വ്യൂ കണ്ടില്ലേ, വളരെയധികം ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടെയാണ് നല്ല കാറ്റുണ്ടാവുക. രാവിലെ അപ്പുറത്തെ സൈഡിലും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആകുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്കാണ് കാറ്റ്. ഞങ്ങൾ പോയ സമയത്ത് രാവിലെയായിരുന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് ഗോപുരത്തിൻ്റെ സൈഡില്ലേ, ആ ഫ്രണ്ട് സൈഡിലായിരുന്നു കാറ്റുണ്ടായിരുന്നത്. ഇപ്പുറത്തെ സൈഡിലേക്ക് കാറ്റുണ്ടായിരുന്നില്ല. ഇത് അവിടേക്ക് കയറുന്ന വഴിക്ക് ഒരു വളവിൽ കണ്ട ഒരു കല്ലാണ്. മുകളിൽ നോക്കുമ്പോൾ ഇത് വളരെ ഒരു പ്രത്യേക ഒരു ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു കല്ല് തോന്നി. പക്ഷെ താഴെ അടുത്തെത്തിയപ്പോൾ ഭയങ്കര വലുപ്പമുണ്ട്. അതേപോലെ തന്നെ അമരയ്ക്ക് സിറ്റിംഗ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നത്. മറ്റേത് അങ്ങനെയല്ല വീഴാൻ പാകത്തിന് നിൽക്കുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ മറ്റേ അമ്പലത്തിലേക്ക് പോവാണ്. അവിടുന്ന് തിരിച്ച് ഗുണ്ടൽപേട്ടയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ അമ്പലമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം വന്ന വഴിക്കല്ല ഞങ്ങൾ തിരിച്ചു വന്ന വേറെ റൂട്ടിലാണ്. വേറെ റൂട്ട് വന്നാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ 2 എക്സ്പീരിയൻസ് ആണ്. ഒരു സൈഡിൽ കൂടെ പോവുക, മറ്റേ സൈഡിൽ കൂടെ വരിക.
ഈ ഒരു സൈഡിൽ കൂടെ പോകുന്ന സ്ഥിതിക്ക് പിന്നെ നമുക്കവിടെ കോറികളൊക്കെ കാണാം. ഈ കല്ലും മെറ്റലൊക്കെ പൊളിച്ചിട്ടിട്ട് ഒരു കൂന പോലെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിപ്പം എന്താ അതിൻ്റെ പിന്നെ പരിപാടികൾ എന്നറിയില്ല. എന്തായാലും ആ സൈഡിൽ അങ്ങനത്തെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. മുകളിൽ നിന്ന് അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂവിലും അങ്ങനെ തന്നെ നമുക്കത് കാണാം പെട്ടെന്ന് തന്നെ ആയിട്ട്. ഒരു സ്ഥലങ്ങൾ മൊത്തം ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് കുറേ കല്ല് പൊട്ടിക്കുകയും പരിപാടിയൊക്കെ ആയിട്ട് ചെയ്തതൊക്കെ കാണാം. അതും കണ്ട് അങ്ങനെ പോയി. ഇനി ഞങ്ങൾ പോയത് ത്രംബകേശ്വര ക്ഷേത്രം എന്നൊരു ക്ഷേത്രത്തിലേക്കാണ്. ഇപ്പം നിൽക്കുന്ന ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ത്രംബകേശ്വര ക്ഷേത്രം എന്നാണ് പേര്. വളരെ പഴക്കം ചെന്ന സ്ഥലമാണ്. മെയിൻ റൂട്ടിൽ നിന്ന് വിട്ട് കുറച്ച് ഒരു 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഒരു ഗ്രാമത്തിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുക. ഗ്രാമത്തിന് വെച്ചാൽ പക്ക കർണാടക സ്റ്റൈല് ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് ഇവിടേക്ക് എത്താൻ. ഇത് ഷൂട്ടിങ്ങിനൊക്കെ ബെസ്റ്റ് സ്ഥലമാണ്. ഞാനിപ്പോൾ ഇത് ഈ അമ്പലത്തിനെ കുറിച്ച് അറിയാൻ കാരണം നമ്മളൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. അതായത് പ്രീ വെഡിങ് ഷൂട്ട് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പം കൊള്ളാം, അടിപൊളിയാണ്. പണ്ടത്തെ കല്ലമ്പലത്തിനൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ ഇതാരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളോ വേണ്ട രീതിയിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് തോന്നി. അവിടുത്തെ ഒരു പൂജാരിയും ഒരു കഴകോ അങ്ങനത്തെ ഒരാളാണുള്ളതെന്ന് തോന്നി, ചേച്ചിയാണുള്ളത്. അവർ പറയുണ്ടായി നമ്മൾ ചെല്ലുന്ന ഓരോരുത്തരും ചെന്നിട്ട് വേണം അവിടുത്തെ ദൈനംദിന പ്രവൃത്തികളൊക്കെ നടത്താനുള്ള വരുമാനം നമ്മൾ ചെന്നിട്ട് വേണം അവർക്ക് അവിടെ നിന്ന് കിട്ടണമെങ്കിൽ. ഈ ക്ഷേത്രത്തിന് ഏകദേശം ഒരു 1000 വർഷം പഴക്കത്തിന് മേലെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഹൊയ്സാല രാജാക്കന്മാരാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് അറിയപ്പെടുന്നത്. കണ്ടില്ലേ, മുമ്പിലത്തെ ഈ മണ്ഡപവും അതേപോലെ തന്നെ ഈ ഗോപുരം എല്ലാം കല്ലുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പണ്ട് ഈ സ്ഥലത്ത് എന്തോ ഒരു സദസ്സായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പുള്ളി പറഞ്ഞത്. അതാണ് ഈ മണ്ഡപത്തിന് ഷേപ്പിലുള്ളത്. ഇവിടെ എന്തോ പരിപാടികളും കാര്യങ്ങളും അതേപോലെ തന്നെ രാജാക്കന്മാർ എന്തൊക്കെയോ നടത്തിയിട്ടുണ്ടായിരുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇതിൽ തൂണുകളിലൊക്കെ പല കൊത്തുപണികളും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു തൂണിലൊരു കുബേരൻ ആയിട്ട് സങ്കല്പത്തിലിരിക്കുന്ന ഒരു കൊത്തുപണിയുണ്ട്. അതുപോലെ തന്നെ ഒരു യോഗീശ്വരൻ, അതായത് യോഗ ചെയ്യുന്ന ഒരാളായിട്ടുള്ളൊരു കൊത്തുപണിയുണ്ട്. ತ್ರಯಂಬಕೇಶ್ವರಿ ಗೌರಿ ದೇವಿಯನ್ನ ವಿಗ್ರಹ ಎಲ್ಲಿದೆ, ದೇವರು ಹೆಂಗಿದೆ ಅಂದ್ರೆ ಇಲ್ಲೊಂದೆ ಕೇಳಿ. ನಾನು 17 ವರ್ಷದಿಂದ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದೀನಮ್ಮ. ಈ ದೇವ್ರು ಇನ್ನೊಂದು ತಿವಿದೆ ಅಂತ ಯಾರು ಇದುವರೆಗೂ ಹೇಳಿಲ್ಲಮ್ಮ. ತಮಿಳ್ನವ್ರು ಬಂದ್ರು ತಮಿಳು, ಮಲಯಾಳದವ್ರು ಬಂದ್ರೆ ಮಲಯಾಳ, ಇಂಗ್ಲೀಷ್ ಬಂದ್ರೆ ಇಂಗ್ಲೀಷ್, ಎಲ್ಲ ಭಾಷೆದವ್ರಿಗೂ ಮಾತಾಡಿದ್ದೀನಿ. ಈ ಶ್ಲೋಕ ನಂದೇವಿದೆ ದೇವ್ರು ನೋಡಿಲ್ಲ ಅಂತಲ್ಲ, ಇದೇ ಒಂದು ದೇವ್ರು. ಅದಕ್ಕೆ 3 ಅಂದ್ರೆ ಲಕ್ಷ್ಮೀ, ಪಾರ್ವತಿ, ಸರಸ್ವತಿ 3 ಒಂದೇ ತ್ರಯಂಬಕೇಶ್ವರಿ. ಅದಕ್ಕೆ ಇದು ವಿಭಜನೆ 3 ರಾಜ್ಯಗಳಿಗೆ ಏನಾದ್ರು ತೊಂದರೆಗಳಾದ್ರೆ ಕೇರಳ, ತಮಿಳುನಾಡು, ಕರ್ನಾಟಕ ಅಂತ ಬಾಡ ದೇವಸ್ಥಾನನೇ ತ್ರಯಂಬಕಪುರ, ತ್ರಯಂಬಕೇಶ್ವರ ಅಂತ ಆಗಿರೋದಮ್ಮ. ಅದಕ್ಕೆ ಸೂರ್ಯ ಹುಟ್ಟಿ ಬೆಳೆ ತನಕ 3 ಕಲರ್ ಆಗೋಗಿ ಅಮ್ಮ, ಈ ಅಮ್ಮ 3 ಕಲರ್ ಆಗುತ್ತೆ. ആ ഡീപ്പ് ആക്കണം കൊടുക്കാം. ഇത് ക്ഷേത്രത്തിൻ്റെ ബേക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കുറച്ച് ശിവലിംഗങ്ങളാണ്, അതായത് ശിവപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അതിൽ ഒരു ശിവലിംഗത്തിന് പകരം അവിടെ ഒരു തേങ്ങയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണയുള്ള തേങ്ങയില്ലേ, തേങ്ങ വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത്. അത് ഏകദേശം 17 വർഷമായിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ ഒരു കുഴപ്പമില്ല, ഒരു കേടുപാടുകളില്ലാണ്ട് ഇങ്ങനെ പൂജ ചെയ്ത് പോകുന്നുണ്ട്. ഇത് അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെയുള്ളൊരു മണ്ഡപമാണ്. ഇവിടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. മുമ്പിൽ തന്നെയും കൽമണ്ഡപം തന്നെയാണ്. ഇപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ട് ഗ്രാനൈറ്റോ കാര്യങ്ങളോ എന്തോ ചെയ്തിട്ടുമുണ്ട്. ഈ 2 ക്ഷേത്രങ്ങളെയും സമയക്രമം എന്ന് പറയുന്നത് രാവിലെ 10 to വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നവരതൊന്ന് ശ്രദ്ധിക്കുക. വൈകുന്നേരങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നല്ലത്. 2 സ്ഥലങ്ങളും വൈകുന്നേരം എത്തുന്നതാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കി വരിക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക്